വളരെ ആരോഗ്യകരവും അതുപോലെ തന്നെ രുചികരവുമായ ഒരു ആയുർവേദിക് പുഡിംഗാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത്. അതിന് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ശംഖുപുഷ്പമാണ് വേണ്ടത്. ശംഖുപുഷ്പം ആവശ്യത്തിനെടുത്ത് ഒന്ന് കഴുകി മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് തേങ്ങയാണ് വേണ്ടത്. ഇവിടെ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയൊന്ന് പൊട്ടിച്ച് ഇതിന്റെ തേങ്ങാ വെള്ളം ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു തേങ്ങാ വെള്ളം ഒഴിച്ചു വേണം ഇതൊന്ന് അരച്ചെടുക്കേണ്ടത്. മറ്റുള്ള യാതൊരുവിധ വെള്ളവും ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പൊ തേങ്ങാ വെള്ളം എല്ലാം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ആ പാത്രത്തിൽ. ഇനി ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന തേങ്ങാ വെള്ളം ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം തേങ്ങയുടെ പൾപ്പെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ വെള്ളം ഈ ഒരു ജാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ തേങ്ങാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് കൊണ്ടുപോയി ഇതേ രീതിയിൽ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. കണ്ടില്ലേ, ഇതിപ്പം നല്ലതുപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് തേങ്ങാപ്പാൽ മാത്രം സെപ്പറേറ്റ് ആയിട്ടൊന്ന് എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടണിൽ അമർത്തിയാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഏകദേശം ഞാനൊരു 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഈ ഒരു തേങ്ങാപ്പാലെല്ലാം ഒന്ന് ചൂടായി വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. തേങ്ങാപ്പാൽ തിളച്ചു പോകേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പഞ്ചസാര ആ ഒരു തേങ്ങാ വെള്ളത്തിനകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 2-3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ തേങ്ങാപ്പാലിനകത്ത് ഈ പഞ്ചസാര എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വരുന്നതാണ്. കണ്ടില്ലേ, ഇപ്പൊ തന്നെ അത് ചെറുതായിട്ട് നല്ലതുപോലെ തിളച്ചു വരുന്നുണ്ട്. കാരണം തിളയ്ക്കുന്നതിന്റെ അനുസരിച്ച് തന്നെ ഈ തേങ്ങാപ്പാലിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അംശങ്ങളും വളരെയേറെ കുറഞ്ഞു കിട്ടുന്നതാണ്. അപ്പൊ ഇനിയിപ്പോ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശംഖുപുഷ്പമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു പുഡിങ്ങിന്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ശംഖുപുഷ്പം നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം ഈ ഒരു ശംഖുപുഷ്പത്തിൽ അടങ്ങിയിരിക്കുന്ന നിറവും ഗുണവും എല്ലാം ഈ ഒരു തേങ്ങാപ്പാലിനകത്ത് ഒന്ന് അലിഞ്ഞു ചേരുന്നതിന് വേണ്ടി ഒരു 5 മിനിറ്റ് സമയം നമുക്കിത് നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇതിനകത്ത് നിറവും ഗുണവും എല്ലാം ഈ ഒരു തേങ്ങാപ്പാലിനകത്ത് മിക്സ് ആയി വരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീട്ടിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വളരെയേറെ രുചിയും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ആയുർവേദിക് പുഡിംഗ് തന്നെയാണ് ഇത്. നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാലിനകത്ത് ശംഖുപുഷ്പത്തിന്റെ നിറവും ഗുണങ്ങളെല്ലാം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് കോൺഫ്ലവർ കലക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് കോൺഫ്ലവർ കലക്കിയത് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ഇത് നിർത്താതെ തന്നെ ഇളക്കി കൊടുക്കണം. കാരണം ഇനി ഇത് നല്ല ക്രീമി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷെ പാത്രത്തിന്റെ ചുവട്ടിൽ ഇത് പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് സമയം നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഒരുപാട് ചൂടിലൊന്നും ഇത് വെക്കരുത്. വളരെ ചെറിയ ചൂടിൽ വെച്ച് വേണം ഇതൊന്ന് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇപ്പൊ നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. കാരണം ഇതിനകത്ത് അവശേഷിക്കുന്ന ജലത്തിന്റെ അംശങ്ങൾ കൂടി ഇത് വറ്റി വന്ന് നല്ലതുപോലെ കുറുകി കഴിഞ്ഞിട്ട് വേണം നമുക്കിത് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി വെക്കേണ്ടത്. വളരെ ഗുണകരമായിട്ടുള്ള ഈ ഒരു പുഡിംഗ് വളരെ ചിലവ് കുറഞ്ഞ് തന്നെ തയ്യാറാക്കാം. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ ഒരുപാട് ശംഖുപുഷ്പം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇപ്പൊ നമ്മുടെ കറക്റ്റായിട്ട് അത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇറക്കി ഇതിന്റെ ചൂട് ഒന്ന് പോകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. അധികം ചൂടൊന്നും പോകണ്ട. ഒരു സ്വല്പം ചൂടൊന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഇതിനി നമുക്ക് ഇഷ്ടപ്പെട്ട ആകൃതിയിലുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു ചതുര പാത്രത്തിലാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു പാത്രത്തിൽ വേണമെങ്കിലും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതൊരു 3 മണിക്കൂർ സമയമെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രീസറിനകത്തൊന്നും വെച്ചു കൊടുക്കരുത്. താഴത്തെ തട്ടിൽ എവിടെയെങ്കിലും ഒന്ന് വെച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഇത് ഫുള്ളായിട്ടെല്ലാം നമ്മൾ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. ഏകദേശം ഒരു 3 മണിക്കൂർ സമയമെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം ഇതൊന്ന് എടുക്കേണ്ടത്. കണ്ടില്ലേ, ഇപ്പൊ ഒരു 3 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലുള്ള ഒരു പരന്ന പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു ആകൃതിയിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. Don't push back. Oh. Don't push back. Oh. Don't push back. Oh. Don't push back. Don't push back. Oh.